നിയമാവർത്തനം 28-ാം അധ്യായം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം നീ പൂർണ്ണമായും ശ്രവിച്ച് ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം ജാഗ്രതയോടെ അനുഷ്ഠിക്കുമെങ്കിൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ഭൂമിയിലെ എല്ലാ ജനതകളുടെയും മേൽ ഉന്നതനായി സ്ഥാപിക്കും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം നീ ശ്രവിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ വന്ന് നിന്നെ ചൂഴ്ന്നു നിൽക്കും. നഗരത്തിൽ നീ അനുഗ്രഹീതനായിരിക്കും, വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ ഉദരഫലവും നിന്റെ ഭൂമിയുടെ വിളവും നിന്റെ മൃഗസമ്പത്തായ കാലിക്കൂട്ടത്തിൻ്റെ കിടാക്കളും ആട്ടിൻപറ്റത്തിൻ്റെ കുഞ്ഞുങ്ങളും അനുഗ്രഹീതമാകും. നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന പാത്രവും അനുഗ്രഹീതമാകും. നീ അകത്തു വരുമ്പോൾ അനുഗ്രഹീതനായിരിക്കും, പുറത്തു പോകുമ്പോഴും അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ ഉയരുന്ന നിന്റെ ശത്രുക്കളെ കർത്താവ് നിന്റെ മുമ്പിൽ പരാജിതരാക്കിത്തരും. നിനക്കെതിരെ അവർ ഒരു വഴിയിലൂടെ പുറപ്പെട്ടു വരും, നിന്റെ മുമ്പിൽ അവർ 7 വഴികളിലൂടെ പലായനം ചെയ്യും. നിന്നോടൊപ്പം നിന്റെ കളപ്പുരകളിലും നിന്റെ സകല പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം ഏർപ്പാടാക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗങ്ങളിൽ നീ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ അവിടുത്തെ വിശുദ്ധജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നിന്റെ മേൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ ഭൂമിയിലെ സകല ജനങ്ങളും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് കർത്താവ് ശപഥം ചെയ്തിട്ടുള്ള മണ്ണിൽ നിന്റെ ഉദരഫലത്തിലും മൃഗസമ്പത്തിലും നിലത്തിൻ്റെ വിളവിലും ഐശ്വര്യത്തിനായി കർത്താവ് നിന്നെ സമ്പന്നനാക്കും. നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ നൽകുന്നതിനും നിന്റെ കരവേല മുഴുവനെയും അനുഗ്രഹിക്കുന്നതിനുമായി കർത്താവ് തൻ്റെ ഐശ്വര്യ സംഭരണിയായ ആകാശം നിനക്കായി തുറക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, എന്നാൽ നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. ജാഗ്രതയോടെ അനുഷ്ഠിക്കുന്നതിനായി ഇന്നു ഞാൻ നിന്നെ അനുശാസിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ചാൽ കർത്താവ് നിന്നെ അണിയായല്ല നേതാവായി സ്ഥാപിക്കും. നിനക്ക് ഉദ്ഗതി മാത്രമായിരിക്കും, അധോഗതി ഉണ്ടായിരിക്കുകയില്ല. ഞാൻ ഇന്ന് നിങ്ങളെ അനുശാസിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്നൊന്നും അന്യദേവന്മാരെ അനുഗമിച്ച് അവരെ സേവിക്കാനായി നീ ഇടം വലം വ്യതിചലിക്കരുത്. ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും കാത്തുപാലിക്കാനുള്ള അവിടുത്തെ സ്വരം നീ അനുസരിക്കാതിരുന്നാൽ ഈ ശാപങ്ങളെല്ലാം നിന്റെ മേൽ വന്നുകൂടും. നഗരത്തിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും, വയലിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന പാത്രവും ശപിക്കപ്പെട്ടതായിരിക്കും. നിന്റെ ഉദരഫലവും നിന്റെ ഭൂമിയുടെ വിളവും കാലിക്കിടാങ്ങളും ആട്ടിൻകുട്ടികളും ശപിക്കപ്പെട്ടതായിരിക്കും. നീ അകത്തു വരുമ്പോൾ ശപിക്കപ്പെട്ടവനായിരിക്കും, പുറത്തു പോകുമ്പോഴും ശപിക്കപ്പെട്ടവനായിരിക്കും. നിന്റെ ദുഷ്കൃത്യങ്ങൾ മൂലം നീ എന്നെ ഉപേക്ഷിച്ചതിനാൽ നീ വേഗത്തിൽ നശിച്ച് ഇല്ലാതാകുന്നതുവരെ നിനക്കെതിരെ നീ ചെയ്യുന്ന എല്ലാ പ്രയത്നങ്ങൾക്കുമെതിരെ കർത്താവ് ശാപവും ക്ലേശവും ശകാരവും അയക്കും. നീ കൈവശപ്പെടുത്താൻ പോകുന്ന നാട്ടിൽ നിന്ന് ബാധ നിന്നെ ഇല്ലാതാക്കും വരെ കർത്താവ് അത് നിന്നോട് ചേർത്തു നിർത്തും. ക്ഷയം, പനി, വീക്കം, അത്യുഷ്ണം, വാൾ, വരൾച്ച, പൂപ്പൽ എന്നിവ കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും. നീ നശിക്കുന്നതുവരെ ഇവ നിന്നെ വേട്ടയാടും. നിന്റെ തലയ്ക്കുമീതെയുള്ള ആകാശം പിച്ചളയും താഴെയുള്ള ഭൂമി ഇരുമ്പും ആകും. നിന്റെ ദേശത്തിനുള്ള മഴ കർത്താവ് പൊടിയായും പൂഴിയായും വർഷിക്കും. നീ നശിക്കും വരെ ആകാശത്ത് നിന്ന് അത് നിന്റെ മേൽ നിപതിക്കും. നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ കർത്താവ് നിന്നെ പരാജിതനാക്കും. ഒരു വഴിയിലൂടെ നീ അവനെതിരായി ചെല്ലും, 7 വഴികളിലൂടെ നീ അവൻ്റെ മുമ്പിൽ പിന്തിരിഞ്ഞോടും. ഭൂമിയിലെ എല്ലാ രാജ്യങ്ങൾക്കും നീയൊരു ബീഭത്സ വസ്തുവായിത്തീരും. നിന്റെ ശവം ആകാശത്തിലെ സകല പക്ഷികൾക്കും ഭൂമിയിലെ ജന്തുക്കൾക്കും ഭക്ഷണമായിത്തീരും. അവയെ ആട്ടിപ്പായിക്കാൻ ആരുമുണ്ടാവുകയില്ല. ഈജിപ്തുകാരുടെ പരുക്കളും കുരുക്കളും ചൊറിയും ചിരങ്ങും കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും. സുഖപ്രാപ്തി നിനക്കസാധ്യമായിരിക്കും. ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും. കുരുടൻ കൂരിരുട്ടിൽ തപ്പിത്തടയുന്നത് പോലെ നീ മധ്യാഹ്നത്തിൽ
തപ്പിത്തടയുന്നവനാകും. നിന്റെ വഴികൾ നീ വിജയത്തിലെത്തിക്കുകയില്ല. എക്കാലവും നീ മർദ്ദിതനും ചൂഷിതനുമായിരിക്കും. രക്ഷകനായി ആരുമുണ്ടാകില്ല. നീ ഒരു സ്ത്രീയെ പ്രതിശ്രുത വധുവാക്കും, എന്നാൽ മറ്റൊരുവൻ അവളെ ബലാത്സംഗം ചെയ്യും. നീ വീട് പണിയും, എന്നാൽ അതിൽ വസിക്കുകയില്ല. നീ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കും, എന്നാൽ നീ അതനുഭവിക്കുകയില്ല. നിന്റെ കാള നിന്റെ കൺമുമ്പിൽ അറക്കപ്പെടും, എന്നാൽ നീ അതിലൽപ്പവും ഭക്ഷിക്കുകയില്ല. നിന്റെ കഴുത നിന്റെ മുമ്പിൽ നിന്ന് തട്ടിയെടുക്കപ്പെടും, അത് നിന്റെ പക്കൽ തിരിച്ചെത്തില്ല. നിന്റെ ആടുകൾ നിന്റെ ശത്രുക്കൾക്ക് നൽകപ്പെടും, നിനക്ക് രക്ഷകനായി ആരുമുണ്ടാകില്ല. നിന്റെ പുത്രീപുത്രന്മാർ അന്യജനത്തിന് നൽകപ്പെടും. ദിവസം മുഴുവൻ നിന്റെ കണ്ണുകൾ അവരെ നോക്കിയിരുന്നു തളരും. നിന്റെ കരം അശക്തമായിരിക്കും. നിന്റെ നിലത്തിൻ്റെ വിളവും നിന്റെ സകല അധ്വാനവും നീ അറിയാത്ത ജനത ഭക്ഷിക്കും. നീ എക്കാലവും മർദ്ദിതനും പീഡിതനും തന്നെയായിരിക്കും. നിന്റെ നയനങ്ങളാൽ നീ കാണുന്ന ദൃശ്യം മൂലം നീ ഭ്രാന്തനാകും. നിന്റെ കാൽമുട്ടുകളിലും തുടകളിലും നിനക്ക് സുഖപ്പെടുത്താനാവാത്ത രൂക്ഷമായ പരുകൊണ്ട് കർത്താവ് നിന്നെ ആപാദചൂഡം പ്രഹരിക്കും. നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജനതയുടെ അടുത്തേക്ക് നിന്നെയും നിന്റെ മേൽ നീ അവരോധിക്കുന്ന നിന്റെ രാജാവിനെയും കർത്താവ് നടത്തിക്കും. അവിടെ നീ കല്ലും തടിയുമായ അന്യദേവന്മാരെ സേവിക്കും. കർത്താവ് നിന്നെ കൊണ്ടെത്തിക്കുന്നിടത്തെ സകല ജനങ്ങളുടെയും ഇടയിൽ നീ പഴഞ്ചൊല്ലും പരിഹാസവും സംഭീതിയുമായിത്തീരും. നീ വയലിൽ ധാരാളം വിത്തിറക്കും, എന്നാൽ കുറച്ചേ ശേഖരിക്കുകയുള്ളൂ. എന്തെന്നാൽ വെട്ടുക്കിളി അവ തിന്നൊടുക്കും. നീ മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അധ്വാനിക്കുകയും ചെയ്യും, എന്നാൽ വീഞ്ഞ് നീ കുടിക്കുകയില്ല, ശേഖരിക്കുകയുമില്ല. കാരണം പുഴു അത് തിന്നൊടുക്കും. നിന്റെ പ്രദേശം മുഴുവനിലും നിനക്ക് ഒലിവുകളുണ്ടായിരിക്കും, എന്നാൽ ഒലിവുകായി കൊഴിഞ്ഞു പോകുകയാൽ എണ്ണ നീ പുരട്ടുകയില്ല. നീ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കും, എങ്കിലും അവർ നിനക്കുള്ളതായിരിക്കുകയില്ല. അവർ തടവിലേക്ക് പോകും. നിന്റെ സകല വൃക്ഷവും ഭൂമിയുടെ വിളവും വെട്ടുക്കിളി സ്വന്തമാക്കും. നിന്റെ മധ്യേയുള്ള പ്രവാസി നിനക്കുമേൽ പടിപടിയായി ഉയരും. നീയാകട്ടെ അടിക്കടി താഴും. അവൻ നിനക്ക് കടം തരും. അവന് കടം കൊടുക്കാൻ നിനക്കാവില്ല. അവൻ അധിപനായി തീരും, നീ അധീനനായി മാറും. നീ നാശമടയുന്നതുവരെ ഈ ശാപങ്ങളെല്ലാം നിന്റെ മേൽ വന്ന് നിന്നെ പിന്തുടർന്ന് കീഴടക്കും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ച അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കേണ്ടതിന് അവിടുത്തെ സ്വരം നീ അനുസരിച്ചില്ല. ഇവ നിനക്കെതിരെയും നിന്റെ സന്തതിക്കെതിരെയും എന്നേക്കുമുള്ള അടയാളവും അത്ഭുതവുമായി തീരും. എല്ലാറ്റിൻ്റെയും സമൃദ്ധിയിൽ നിന്ന് നീ നിന്റെ ദൈവമായ കർത്താവിനെ സന്തോഷത്തിലും ഹൃദയ നന്മയിലും ശുശ്രൂഷിക്കാത്തതിന് പകരമായി വിശപ്പിലും ദാഹത്തിലും നഗ്നതയിലും എല്ലാറ്റിൻ്റെയും ദാരിദ്ര്യത്തിലും കർത്താവ് നിനക്കെതിരെ അയക്കുന്ന നിന്റെ ശത്രുക്കളെ നീ സേവിക്കും. ഇരുമ്പു നുകം നിന്നെ നശിപ്പിക്കുന്നതുവരെ അവിടുന്ന് അത് നിന്റെ കഴുത്തിൽ വയ്ക്കും. വിദൂരത്ത് നിന്ന് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് കർത്താവ് നിനക്കെതിരായി ഒരു ജനതയെ കഴുകൻ പറക്കുന്നത് പോലെ ഉയർത്തും. ആ ജനതയുടെ ഭാഷ നീ ഗ്രഹിക്കുകയില്ല. വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് അനുകമ്പ കാണിക്കുകയോ ചെയ്യാത്ത ക്രൂരമുഖമുള്ള ഒരു ജനതയായിരിക്കും അത്. നീ നാശമടയും വരെ നിന്റെ മൃഗസമ്പത്തും ഭൂമിയുടെ വിളവും അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കും. നിന്നെ നശിപ്പിക്കുന്നത് വരെ അവർ ധാന്യമോ പുതുവീഞ്ഞോ എണ്ണയോ കാലിക്കിടാങ്ങളെയോ ആട്ടിൻകുട്ടികളെയോ നിനക്ക് വേണ്ടി അവശേഷിപ്പിക്കുകയില്ല. നിന്റെ ദേശത്തെല്ലാം നീ വിശ്വാസമർപ്പിച്ചിരുന്ന ഉന്നതങ്ങളും അപ്രാപ്യങ്ങളുമായ മതിലുകൾ തകർന്നു വീഴുന്നതുവരെ നിന്റെ പട്ടണങ്ങളിലെല്ലാം അവർ നിന്നെ ഞെരുക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന എല്ലാ പട്ടണങ്ങളിലും അവർ നിന്നെ ഞെരുക്കും. നിന്റെ ശത്രു ഉപരോധം വഴിയും ഉപദ്രവം മൂലവും നിന്നെ ക്ലേശിപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തന്ന നിന്റെ ഉദരഫലമായ പുത്രീപുത്രന്മാരുടെ മാംസം നീ ഭക്ഷിക്കും. നിന്റെ മധ്യേയുള്ള ഒരുവൻ ആർദ്രനും അതിമൃദുലനുമാണെങ്കിലും തൻ്റെ സഹോദരനും പ്രിയതമയ്ക്കും തൻ്റെ ശേഷിച്ച മക്കൾക്കും നേരെ അയാളുടെ കണ്ണ് നീചമായിരിക്കുന്നത് മൂലം താൻ ഭക്ഷിക്കുന്ന തൻ്റെ മക്കളുടെ മാംസത്തിൽ നിന്ന് അവരിൽ ആർക്കും അവൻ നൽകുകയില്ല. എന്തെന്നാൽ അവന് ഒന്നും ശേഷിക്കാത്ത വിധം നിന്റെ സകല കവാടങ്ങളിലും ഉപരോധം വഴിയും
ഉപദ്രവം വഴിയും ശത്രു നിന്നെ ക്ലേശിപ്പിക്കും. നിന്റെ മധ്യേ അനുകമ്പയും ആർദ്രതയും മൂലം തൻ്റെ ഉള്ളംകാലുകൊണ്ട് നിലത്തു തൊടാൻ പോലും മുതിരാത്ത മൃദുലയും ആർദ്രയുമായവളുടെ കണ്ണ് തൻ്റെ പ്രിയതമനും പുത്രീപുത്രന്മാർക്കും നേരെ നീചമായി വർത്തിക്കും. അവളുടെ ഉരുക്കൾക്കിടയിൽ നിന്ന് പുറത്തു വരുന്ന മറുപിള്ളയ്ക്കും അവൾ പ്രസവിക്കുന്ന സന്താനങ്ങൾക്കും നേരെ പോലും അവൾ അപ്രകാരം ചെയ്യും. എന്തെന്നാൽ നിന്റെ കവാടങ്ങളിൽ ശത്രു നിന്നെ ക്ലേശിപ്പിക്കുന്ന ഉപരോധവും ഉപദ്രവവും കൊണ്ട് തീവ്ര ദുർഭിക്ഷത്താൽ അവൾ അവ രഹസ്യത്തിൽ ഭക്ഷിക്കും. നിന്റെ ദൈവമായ കർത്താവിനെ മഹത്വപൂർണവും ഭീതിതവുമായ ഈ നാമത്തെ നീ ഭയപ്പെടുന്നതിനായി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഈ നിയമവചനങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ നീ ശ്രദ്ധിക്കാതിരുന്നാൽ കർത്താവ് നിന്റെ പീഡകളും നിന്റെ സന്തതിയുടെ പീഡകളും വലിയ തീരാവ്യാധികളാലും ഗൗരവമായ മാറാരോഗങ്ങളാലും അചിന്തനീയമാക്കും. നിനക്ക് ഭയകാരണമായിരുന്ന ഈജിപ്തിൻ്റെ ബാധയെല്ലാം അവിടുന്ന് നിന്നിലേക്ക് തിരിച്ചുവിടും. അവ നിന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കും. കൂടാതെ ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും വ്യാധിയും നീ നാശമടയും വരെ കർത്താവ് നിന്റെ മേൽ വരുത്തും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം നീ ശ്രവിക്കാതിരുന്നാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അസംഖ്യമായിരുന്ന നിങ്ങൾ ചുരുക്കം പേരായി അവശേഷിക്കും. നിങ്ങൾക്ക് നന്മയുളവാക്കുന്നതിലും നിങ്ങളെ വർദ്ധിപ്പിക്കുന്നതിലും കർത്താവ് സന്തോഷിച്ചതുപോലെ നിങ്ങളെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്നതിലും കർത്താവ് സന്തോഷിക്കും. നീ കൈവശപ്പെടുത്താൻ പോകുന്ന നാട്ടിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ പിഴുതെറിയും. ഭൂമിയുടെ ഒരറ്റം മുതൽ ഭൂമിയുടെ മറ്റേയറ്റം വരെ സകല ജനപദങ്ങളുടെയും ഇടയിൽ കർത്താവ് നിന്നെ ചിതറിക്കും. അവിടെ നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത കല്ലും തടിയുമായ അന്യദേവന്മാരെ നീ സേവിക്കും. നീ ജനതകളുടെ ഇടയിൽ നിന്റെ മിഴി ചിമ്മുകയോ നിന്റെ ഉള്ളംകാലിന് വിശ്രമം ഉണ്ടാവുകയോ ഇല്ല. അവിടെ കർത്താവ് നിനക്ക് ചകിതമായ ഹൃദയവും മങ്ങിയ കണ്ണുകളും തകർന്ന മനസ്സും നൽകും. നിന്റെ മുമ്പാകെ നിന്റെ ആയുസ്സ് ആടിയുലയും. രാവും പകലും നീ സംഭീതനായിരിക്കും. നിന്റെ ജീവിതത്തിൽ നീ സുരക്ഷിതത്വം അനുഭവിക്കുകയില്ല. നിന്റെ ഹൃദയഭീതിയും നിന്റെ നയനങ്ങളാൽ നീ കാണുന്ന ദൃശ്യവും നിമിത്തം പ്രഭാതത്തിൽ നീ പറയും സന്ധ്യയായിരുന്നെങ്കിൽ, സന്ധ്യയിൽ നീ പറയും പ്രഭാതമായിരുന്നെങ്കിൽ. നീ കാണാൻ വീണ്ടും തുനിയരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്ന മാർഗത്തിലൂടെ കർത്താവ് നിന്നെ ഈജിപ്തിലേക്ക് കപ്പലുകളിൽ തിരികെ കൊണ്ടുപോകും. അവിടെ നിങ്ങളുടെ ശത്രുക്കൾക്ക് ദാസന്മാരും പരിചാരികമാരുമായി നിങ്ങൾ നിങ്ങളെ തന്നെ വിൽക്കും. എന്നാൽ വാങ്ങാൻ ആരുമുണ്ടാവുകയില്ല. ഹോറബിൽ വെച്ച് ഇസ്രായേല്യരുമായി കർത്താവ് ചെയ്ത ഉടമ്പടിക്ക് പുറമെ മൊവാബ് നാട്ടിൽ വെച്ച് അവരുമായി ചെയ്യാൻ മോശയെ അവിടുന്ന് അനുശാസിച്ച ഉടമ്പടിയുടെ വാക്കുകളാണിവ.